വിചാരിക്കുന്നത് എന്താണ് പുറത്തുനിന്നല്ലേ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വാപ്പച്ചി ഇതുപോലെ ഒരുപാട് ചെടികൾ ഇവിടെ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പച്ചി ഓർക്കിഡ്സിനെ എങ്ങനെ ഡീഫ്ലാസ്ക് ചെയ്യുന്നു, അതിനെങ്ങനെയാണ് ഹാർഡനിങ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ളൊരു മീൻസ് കയ്യിൽ ഫംഗസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഈ ഫ്ലാസ്കിൻ, ഇതാണ് ഫ്ലാസ്ക്, ടിഷ്യൂ കൾച്ചർ ചെയ്ത് എടുക്കുന്ന ഫ്ലാസ്കാണിത്. ഇതിനകത്ത് ഏകദേശം 15 മുതൽ 17 വരെയുള്ള പ്ലാന്റ് ഉണ്ടാവാനാണ് സാധ്യത. ഫ്ലാസ്ക് ഓപ്പൺ ചെയ്ത് അല്പം വെള്ളം പിടിക്കുക, എന്നിട്ട് ഒന്ന് ചെറുതായി ഷേക്ക് ചെയ്യുക. അപ്പോൾ ആ പ്ലാന്റുകൾ മീഡിയത്തിൽ നിന്ന് ഒന്ന് അനങ്ങും. യഥാർത്ഥത്തിൽ ഇത് ചവണ കൊണ്ട് എടുക്കണമെന്നാണ് വെപ്പ്. എടുത്താൽ പ്ലാന്റിന് മുറിവ് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ നല്ല ശുദ്ധമായ കൈ, ഇതാണ് അതിന് കിട്ടുന്ന ഒരു പ്ലാന്റ്. ഇത് യഥാർത്ഥത്തിൽ 2 പ്ലാന്റ് ഉണ്ട്, പക്ഷേ ഈ കുഞ്ഞു പ്ലാന്റ് ആയതുകൊണ്ട് വേർതിരിക്കൽ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഇതിൽ നിന്ന് ഡെഡായിട്ടുള്ള ലീവ്സ് എല്ലാം റിമൂവ് ചെയ്യണം. ഡെഡായിട്ടുള്ള ഒരു ലീവ്സും നമ്മൾ ഹാർഡനിങ് ചെയ്യുമ്പോൾ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് ഡെഡായിരിക്കുന്ന എല്ലാ ലീവ്സും നമ്മൾ പതിയെ പ്ലാന്റിന് കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ റിമൂവ് ചെയ്യണം. അതിനുശേഷം വെള്ളം തുറന്ന് വിട്ട് മെല്ലെ ആ റൂട്ട്സിലിരിക്കാൻ സാധ്യതയുള്ള മീഡിയം, ലേശം പോലും റൂട്ടിലിരിക്കാൻ പാടില്ല, ലേശം പോലും മീഡിയം റൂട്ട്സിൽ ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ ഇതിനെ വാഷ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. റൂട്ടിൽ പ്ലാന്റിലോ മീഡിയം ലേശം പോലും ഇരിക്കരുത്, എന്നാൽ പ്ലാന്റ് നശിച്ചു. അത് നീറ്റായിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒരു ഫംഗിസൈഡിൽ നമ്മൾ മുക്കി വയ്ക്കും 5 മിനിറ്റ്. ഇത് ഇൻഡോഫിൽ എന്ന് പറയുന്ന ഫംഗിസൈഡ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇൻഡോഫിൽ വളരെ കുറഞ്ഞ അനുപാതത്തിൽ ഇൻഡോഫിൽ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ആ കലക്കി വെച്ചിരിക്കുന്ന ഇൻഡോഫില്ലിൽ വളരെ കുറഞ്ഞ റേഷ്യോ, വളരെ കുറഞ്ഞ അനുപാതത്തിൽ കലക്കുക. അല്പം കൂടിപ്പോയി നേരിച്ചും കുഴപ്പമില്ല. ഈ പ്ലാന്റിനെ ഒരു 5 മിനിറ്റ് ഈ ഫംഗിസൈഡ് ലായനിയിൽ മുക്കി വയ്ക്കുക. ഹാർഡനിങ് എന്ന പ്രോസസ്സാണ്. ഫംഗിസൈഡ് ലായനിയിൽ കിടക്കുന്ന പ്ലാന്റ് എടുത്ത് കരിയുടെ, നമ്മൾ കരി നേരത്തെ നിരത്തി വെച്ചിട്ടുണ്ട്. കരി എന്ന് പറയുന്നത്, കരി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കരിയാണെങ്കിൽ കൊണ്ടുവന്ന് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളത്തിലിട്ട് പിന്നെ അതിനെ ഉണക്കി എടുത്തിരിക്കുന്ന കരിയാണ്. ഈ കരിയിൽ നമ്മളിങ്ങനെ വെക്കണം. വേര് പൂർണ്ണമായും മൂടണമെന്നുമില്ല, പക്ഷെ പ്ലാന്റ് നിവർന്ന് തന്നെ നിൽക്കണം. ഈ രീതിയിൽ വയ്ക്കാം. ഇതിൽ വെച്ചിട്ട് പ്ലാന്റ് ചരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഒരു 1-2 വർഷം കരിയും കൂടെ ഇട്ട് അതിനെ
ലെവലാക്കി വയ്ക്കണം. പ്ലാന്റ് ഒരിക്കലും ചരിഞ്ഞ് വീഴരുത്. ഇത്ര മതി. അങ്ങനെ എല്ലാ പ്ലാന്റും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ എല്ലാ പ്ലാന്റും എടുത്ത് ഗാർഡനിങ്ങിനായിട്ട് വയ്ക്കാം. ഈ ശരിക്കും എയറേഷൻ കിട്ടുന്ന എയർ സർക്കുലേഷനുള്ള ട്രേക്കകത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ ഈ ഇത് വയ്ക്കുന്ന പ്ലാറ്റ്ഫോം എപ്പോഴും നനഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു നനവ് ഇതിനാണ്, അതുകൊണ്ടാണ് ആ നെറ്റ് ഇട്ടിരിക്കണം. എപ്പോഴും ഒരു ഈർപ്പം ഉള്ളൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം സ്പ്രേ ചെയ്യണ കൂട്ടത്തിൽ ആ പ്ലാറ്റ്ഫോം കൂടെ നമ്മളൊന്ന് നനച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതിനകത്ത് ഒരു ഈർപ്പം എപ്പോഴും ഉണ്ടാവും. എന്നാൽ ചെടിക്ക് അധികം നനവ് പാടില്ല. ഒരു ചെറിയ ഇതേ ഉണ്ടാവും. എപ്പോഴും സ്പ്രേയർ ഉപയോഗിച്ച് മാത്രം ഇതിന് വെള്ളം, ഈ കരി വെളുക്കുന്ന ഒരു സ്റ്റേജ് വരരുത്. ഉണങ്ങി വെളുത്ത് പോകുമ്പോൾ വെയിലടിക്കാം. വെയിലെന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ടുള്ള വെയിൽ. എപ്പോഴും ഷെയ്ഡ് നെറ്റുള്ളവർക്ക് ഷെയ്ഡിനകത്ത് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 30-35% വെയിൽ കിട്ടത്തക്ക, മാക്സിമം 50%. നമുക്കിത് ഇതിൻ്റെ അടിയിലായതുകൊണ്ട് അങ്ങനെ അധികം വെയിൽ വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വയ്ക്കണം, ഇവിടെ വെച്ചേക്കുന്നത്. എന്നാൽ സൺലൈറ്റ് വേണം. ഒരു മിനിമം സൺലൈറ്റ് എപ്പോഴും ആവശ്യമാണ്. ഈ വേരൊന്നും പൂർണ്ണമായിട്ട് മൂടണമെന്നില്ല. പ്ലാന്റ് നിവർന്നിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ അല്പം കരി സൈഡിലോട്ട് ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്ലാന്റ് ചരിഞ്ഞ് വീണ് പോകാതിരിക്കും. അല്ലാതെ വേര് മൂടണമെന്ന് നിർബന്ധമില്ല. ഈ കരിയിലെ ഈർപ്പത്ത് നിന്നും അത് വളർന്നോളും. ഇതിന് ഇനി ഫീഡിങ്, ഇപ്പോൾ വാട്ടറിങ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫീഡിങ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന നിന്ന് പുതിയ വേരുകൾ വന്നതിന് ശേഷം വളരെ തിന്നായിട്ട് നമുക്ക് 19 അതുപോലുള്ള എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇനി ഇതിന് പുതിയ റൂട്ട്സ് വരണം. ഈ റൂട്ടല്ലാതെ പുതിയ റൂട്ട്സ് വരുമ്പോഴാണ് നമ്മളിതിന് ഫീഡിങ് തുടങ്ങുന്നത്. ഫീഡിങ് തുടങ്ങി എത്ര ദിവസം എടുക്കും? അത് 1 മാസത്തോളം എടുക്കും പുതിയ റൂട്ട്സ് ഒക്കെ വരാൻ. അപ്പോൾ അതുവരെ ഇതെന്ന് ഇവിടെ വെച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം. അതായത് ഈ കരിക്ക് ഒരിക്കലും കരി ഡ്രൈ ആവരുത്. എന്നാൽ വെള്ളം ഇതിനകത്ത് ഒരുപാട് ഈർപ്പം നിൽക്കാനും പാടില്ല.